ഒരു നാടിന്റെ ആകെ പ്രതീക്ഷയായിരുന്ന വിദ്യാർത്ഥിയുടെ ജീവനാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നഷ്ടമായത്. പഠനത്തിൽ മിടുക്കനായിരുന്നു മിഥുൻ. ശാസ്താംകോട്ട വിളന്തറയിലെ മിഥുന്റെ വീട്ടിൽ നിന്ന് മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒരു നാടിനെ ഒന്നാകെ തന്നെ കണ്ണീരിലാഴ്ത്തിയതാണ് നമ്മുടെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മിഥുൻ്റെ മരണവാർത്ത. സ്കൂളിൽ നിന്നും ഈ കളിക്കുന്നതിനിടയിൽ ചെരുപ്പ് മേൽക്കൂരയ്ക്ക് മുകളിൽ പോയി അതെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. ഷോക്കേറ്റ് മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും ഇതിൽ അധികൃതരുടെ അനാസ്ഥയൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. വലിയ പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് മിഥുൻ്റെ വീടിന് മുന്നിലേക്ക് എത്തുമ്പോൾ, അതായത് ഈ നാട്ടുകാരുടെയൊക്കെ വളരെയധികം പ്രതീക്ഷയായിരുന്ന ഒരു വിദ്യാർത്ഥി, പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന മിഥുൻ NCCയിലടക്കം സജീവമായിരുന്നു. അത്തരത്തിൽ വീട്ടുകാരൊക്കെ വളരെ സ്വപ്നങ്ങളോടുകൂടി കണ്ടു വളർത്തിയ ഒരു വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥ മൂലം ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് DYSPക്ക് ഈ ചുമതല കൊടുത്ത അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം തന്നെ മിഥുൻ്റെ അമ്മ വിദേശത്താണ്. അമ്മ വന്നതിന് ശേഷമാകും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. ഈ സംസ്കാര ചടങ്ങുകളൊക്കെ ഇനി അമ്മ വന്നതിന് ശേഷമായിരിക്കുമല്ലോ. അമ്മയെ വിവരം അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട്? അമ്മ ഇപ്പം വിവരം അറിയിപ്പിച്ചിട്ടുണ്ട്. എന്നാ വരുന്നെന്നൊന്നും വിവരം അറിഞ്ഞില്ല. ഇപ്പം വിവരം അറിഞ്ഞത് അത് ഞങ്ങൾ പറഞ്ഞു. പിന്നെ എന്തുവാന്നുള്ള വിവരം ഇനി അവരിങ്ങോട്ട് പറയണം, എപ്പോൾ വരും എങ്ങനെയാണെന്നുള്ളത്. ഞാനൊക്കെ മിടുക്കനായിരുന്നു. എന്തോ പഠിക്കാനായാലും ഏതിനും അവന് കഴിഞ്ഞുള്ള എല്ലാ കാര്യത്തിനും ഇവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നത്. അതുപോലെ പഠിപ്പിച്ചു കൊണ്ടുവന്ന് നല്ല എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ഏറ്റവും പട്ടിണിയും കിടന്നും കണ്ടാ പഠിക്കാൻ പോകുന്നത്. എന്നാലും പള്ളിക്കൂടത്തിൽ പഠിക്കത്തില്ല. അത്രമേ കിടന്ന് കഷ്ടപ്പെട്ട് ആ കുഞ്ഞുങ്ങൾ കണ്ടില്ല. ഇതിനകത്തോട്ട് മഴ പെയ്ത ചെളിയും വെള്ളം അതിനകത്താണ് കഴിഞ്ഞ് കൂടിക്കൊണ്ടിരുന്നത്. എത്രയോ പ്രാവശ്യം പഞ്ചായത്തുകാർക്ക് അപേക്ഷ കൊടുക്കുന്നറിയോ, എത്രയോ തന്നെ ഏതെല്ലാം രീതി എല്ലാം ചെയ്തു കൊടുത്തു. എത്ര വർഷം കൊണ്ട് അവിടുന്ന് തിരിഞ്ഞു നോക്കിയോ ഇതൊന്നും ചെയ്തില്ല. അതേ സമയത്ത് സ്വാധീനവും മുതലും സർക്കാർ ജോലി ഉള്ളവർക്ക് ഇവിടെ പഞ്ചായത്തിൽ നിന്ന് വീടുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കൊടുത്തില്ല. ഇതുവരെ ഒന്നും ആയിട്ടില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് തള്ള ഇപ്പോൾ പോയിട്ട് 3-3.5 വർഷമായി, അല്ല 3 മാസമായുള്ളൂ. അങ്ങനെ ഇപ്പോൾ പോയതാണ് കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി. അപ്പോൾ പോയപ്പോൾ അതിങ്ങനെയായി. എല്ലാം കൊണ്ടും ഭയങ്കര കഷ്ടതയില്ല. തന്തയാണെങ്കിൽ എന്നെ സുഖമില്ലാത്തവനാ, ആര്യസിൻ്റെ അസുഖമാണ്. അതുകൊണ്ട് അതും അങ്ങനെയാണ്. പിന്നെ ഈ 2 കുഞ്ഞുങ്ങളെ അമ്മത്തള്ളി എല്ലാം കൂടെയൊക്കെയാണ് നോക്കുന്നത്. അത് ഈ തള്ള നാട്ടിലാണെങ്കിൽ വീട്ടിൽ എവിടെയെങ്കിലും പോച്ചെത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും കലവും ചട്ടിയും മഴയ്ക്ക് അങ്ങനെയൊക്കെയാണ് ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊണ്ട് കൊടുക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ വളർന്നത്. എന്നിട്ട് എല്ലാ മാസവും എൻ്റെ വീട്ടിൽ എനിക്ക് എന്നാതി ഇരിക്കാൻ വരുന്നത് എൻ്റെ പൊന്നുമോനത്. അങ്ങനെയുള്ളൊരു മോനാണ് ഞാൻ സംഭവിച്ചത്. അത് ഈ പള്ളിക്കൂടത്തിൽ കുഴപ്പമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ലൈംഗമ്പി കിടന്നതൊക്കെ അത് പള്ളിക്കൂടം തുറക്കുന്നതിന് മുമ്പ് എല്ലാം ചെക്ക് ചെയ്യണ്ടേ. ഈ മാനേജ്മെൻറ്റ് കൂടെന്ന് പറയുന്നതേ ഇങ്ങനെയുള്ള പരിപാടികളാണ്. എവിടെ ചെന്നാലും അങ്ങനെ സംഭവിച്ചത്. ഒന്നും പകരം വയ്ക്കാൻ പറ്റില്ല. ഒന്നും പറ്റത്തില്ല. ഒന്നും അറിയാൻ തന്നെയാ. അങ്ങനെയുള്ള കഷ്ടതയെ പിടിച്ച് ജീവിതം. ഈ വീടിൻ്റെ 4 സൈഡും ഒന്ന് നോക്കിയിട്ട് എങ്ങനെ കിടക്കുമെന്ന്. എത്ര വർഷം കൊണ്ട് ഈ നരകത്തിൽ കിടന്ന് ജീവിക്കാമെന്നറിയാമോ. അങ്ങനെ നിവൃത്തിയിട്ട് കയറി പോയതായി തള്ളക്ക് വെളിനാട്ടിൽ പോകുന്നതിനോ അന്യനാട്ടിൽ പോകുന്നതിനോ ഒരു ഇഷ്ടമില്ലായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ ജീവിക്കാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും പോറ്റണം എന്നുള്ളൊരു കഴിവ് വെച്ച് കയറി പോയതാണ്. അതിങ്ങനെയായി. തീർച്ചയായും വളരെയധികം വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. കാരണം അത്രയധികം പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇവരുടെയൊക്കെ തന്നെ പ്രിയപ്പെട്ട ഒരു മകനായിരുന്നു മിഥുൻ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു അപകടമുണ്ടായത് അതിന് പിന്നിൽ ആരുടെ അനാസ്ഥയാണെങ്കിലും അത് കൃത്യമായിട്ടുള്ള നടപടി വേണം എന്ന് തന്നെയാണ് ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. നാട്ടുകാരടക്കം അത് തന്നെയാണ് പറയുന്നത്. KSEB ആണോ അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ആണോ, 2 ഭാഗത്തും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ഇതിൽ കൃത്യമായിട്ടുള്ളൊരു നടപടി എടുക്കണം എന്ന് തന്നെയാണ് ആവശ്യം. എന്തായാലും പ്രതിഷേധങ്ങളും ശക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ മിഥുൻ്റെ അതായത് നടപടിക്രമങ്ങൾ, മിഥുൻ്റെ മൃതദേഹം ഉൾപ്പെടെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ അമ്മ വന്നതിന് ശേഷമാകും നടത്തുക എന്നാണ് വ്യക്തമാകുന്നത്. ബിജു പരൂരിനൊപ്പം മനോജ്, ജനം, കൊല്ലം.